ചെറുതായിട്ട് റിഹാനയുടെ കമ്പനി ബ്ലീച്ച് ചെയ്ത മുടി കേടുവരുന്ന് പറഞ്ഞിട്ട് തക്കു ചെയ്തില്ല. ഞാൻ നോക്കി ഇവിടെ മൊത്തത്തിൽ ബ്ലീച്ച് ചെയ്തിട്ടിരിക്കുവാണ്. Hey everyone, what's up? Welcome back to my YouTube channel. ഇന്നൊരു കുട്ടി വ്ളോഗാണേ. ഞാനും രാഹുൽ ഇന്നൊരു ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഐ ആം ഗോയിങ് ടു ട്രൈ ആ ഹെയർ കളർ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. And hair color. And what was the first name? Rahul and Ashwini. How do you spell that? അശ്വിനി. No, the first name. RAHUN. R-A. ഈ സായിപ്പന്മാർക്ക് എൻ്റെ സിമ്പിൾ പേര് പോലും പറയാൻ ഇത്രയും പ്രയാസമാണെന്ന് ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ മനസ്സിലായത്. ആൻഡ് എൻ്റെ സ്പെല്ലിങ്ങും അവർക്ക് പറയാൻ തന്നെ വഴങ്ങാറില്ല. സോ ആദ്യകാലങ്ങളിലൊക്കെ എന്നെ ഇവിടെ ഉള്ളവർ ആഷ് എന്നൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്കത് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിപ്പോൾ അങ്ങനെ വലിയ പ്രോത്സാഹനമൊന്നും എല്ലാവർക്കും അങ്ങനെ കൊടുക്കാറില്ല. സോ മൈ നെയിം ഇസ് അശ്വിനി ആൻഡ് ഐ റിയലി റെക്കമെൻഡ് യു ഗൈസ് ടു കോൾ മീ അശ്വിനി. സോ ഞാനത് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആഷ് VWE ആൻഡ് N നീ മുട്ട് എന്നുള്ള നീ KNEWE എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കും. അവർക്ക് അതപ്പോൾ ഡീകോഡ് ചെയ്ത് പറയാൻ ഭയങ്കര എളുപ്പമായിട്ട് കണ്ടു. So when we ask you, that's all like okay. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ പോയിരിക്കുന്നത്. ഞാൻ ഇതുവരെ കളർ ചെയ്യാത്തതുകൊണ്ടും അത് എന്താവും എന്നുള്ളൊരു ചെറിയ പേടി കൂടെ ഉണ്ട്. I keep the length. Okay, keep the length, and then like when we do the cut, are we going to be touching up your layers at all? Okay, I'm just trying to think of where I'm going to place. ഞാൻ ഫിലിം ചെയ്യുന്നതിന് മുമ്പായി തന്നെ അവിടെയുള്ള ഹെയർ ഡ്രസ്സേഴ്സിനോട് ഞാൻ എൻ്റെ പെർമിഷൻ ചോദിച്ചിരുന്നു. ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യുന്നുണ്ട്, ഓക്കെ ആണോ, ഇസ് ഇറ്റ് ഓക്കെ ദാറ്റ് ഇഫ് ഐ ഫിലിം യു ഗൈസ് ഓർ ഇഫ് യു വാണ്ട് മീ ടു കീപ്പ് യു ഔട്ട് ഓഫ് ദിസ് വീഡിയോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. പുറകെ നിൽക്കുന്ന ജോയ് എന്ന് പറഞ്ഞ ഈ പുള്ളിക്കാരത്തെ ആട്ടോ ഇന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ എൻ്റെ അടുത്ത് വന്ന് പേഴ്സണലൈസ്ഡ് ആയിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. മുടി മുറിക്കുന്നുണ്ടോ, ഇങ്ങനത്തെ കളറാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് മുടി ലെങ്ത്ത് കുറയ്ക്കണ്ട, ബട്ട് എൻ്റെ ഹെയർ എപ്പോഴും ഒരു വേവി ഹെയർ ആയതുകൊണ്ട് ആ ഒരു ബൗൺസി ലുക്ക് കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഓൾറെഡി ലേയേഴ്സ് ഉണ്ട്, ആ ലേയേഴ്സ് ഒന്ന് ട്രിം ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കളറിങ്ങിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ഗോ എനിത്തിങ് ക്രേസി, ക്രൗൺ ഭാഗം ഒഴിവാക്കിയിട്ട് താഴെ മാത്രം കളർ ചെയ്താൽ മതി പറഞ്ഞു. പക്ഷേ എവിടെയോ തകരാറ് പറ്റിയിട്ടുണ്ടോ എന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കളറിങ് ആണെങ്കിലും വളരെ വാം കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. എൻ്റെ ഡെഗിപ് സ്കിൻ ടോണിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു കളറാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഐ എം സോ നെർവസ് ഗൈസ്. ഞാൻ ഇതുവരെ ഹെയർ കളറൊന്നും ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു തവണ കൗതുകത്തിന് ചെയ്ത് നോക്കണം എന്നുള്ളൊരാഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു, അല്ലാതെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഒരു തക്കും കൂടെ വന്നിട്ട് ഹെയർ കളർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് തക്കു ഹെയർ കളർ ചെയ്തില്ല, ഞാൻ മാത്രം ഇവിടെ ഇരിക്കുക. ബ്ലീച്ച് ചെയ്ത മുടി കേട് വരുമെന്ന് പറഞ്ഞിട്ട് തക്കു ചെയ്തില്ല. ഞാൻ നോക്കി ഇവിടെ മൊത്തത്തിൽ ബ്ലീച്ച് ചെയ്തിട്ടിരിക്കുവാണ്. ഞാൻ അവരോട് പറഞ്ഞത് ഒരു ഡീപ്പ് എൻ്റെ സ്കിൻ ടോണിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു കളറ് വേണം, ഒരുപാട് ബ്രൈറ്റ് കളേഴ്സ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ നല്ലൊരു വാം സ്കിൻ ടോണാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞതനുസരിച്ച് ക്രൗൺ പാർട്ട് വേണ്ട, ഏകദേശം താഴോട്ട് മതി എന്നാണ്. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഇവരിവിടെയൊക്കെ ചെയ്തു, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അവസാനം ചെയ്തു വരുമ്പോൾ അത് കുളമായാലോ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യുക? I'm so nervous. എൻ്റെ മുടി ഇത്രയും ഭാഗം ഇനി വീണ്ടും തിരിച്ച് വളരാനായിട്ട് എനിക്ക് ഏകദേശം 1.5 വർഷത്തോളം എടുക്കും. അപ്പോൾ ഇത് ഇനി കുളം വല്ലതും ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഈ കുളമായ മുടി വെച്ച് അടുത്ത 2 വർഷം നടക്കണ്ടേ? അയ്യോ, ഞാനിനി കല്യാണം കഴിയുന്നവരെ മുടി മുറിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഇതിനി ചെയ്തു വരുമ്പോൾ എന്താവും എന്തോ. അവർ ഇനി ചെറുതായിട്ടൊരു ഹെയർ കട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് കീപ് ദ ലെങ്ത്, ചെറിയൊരു ലൈറ്റ് ലേയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുടി വേവി ആയതുകൊണ്ട് ഒരു ബൗൺസി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ലേയേഴ്സ് മാത്രം പറഞ്ഞിട്ടുണ്ട്.
ഇപ്പോഴേ വോളിയം ഭയങ്കര കുറവാണ്. കാനഡയിലേക്ക് മൂവ് ചെയ്യുന്നതിന് ശേഷം സ്കാൽപ്പിൽ ടെക്സ്ചറൊക്കെ മാറിയിട്ടുണ്ട്. ഭയങ്കര ഡ്രൈ സ്കാൽപ്പാണ് ഇപ്പോൾ ഇവിടെ. അതുപോലെ മുടി കൊഴിച്ചിൽ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. സോ വോളിയം ഇപ്പോൾ ഓൾറെഡി വോളിയം കുറവാണ്. അതുകൊണ്ടൊരു ബൗൺസി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മിനിമം ഒരു ലേയേഴ്സേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ ചെയ്തിട്ട് അവർ ഹെയർ കളറും കൂടെ ചെയ്തിട്ട് അവർ ഹെയർ കട്ടും കൂടെ ചെയ്യും. ഇപ്പോൾ തന്നെ ഞാൻ വന്നിട്ട് എത്ര നേരമായി? 2 മണിക്കൂറായെന്ന് തോന്നുന്നു അല്ലേ? 3 മണിക്ക് വന്നതാ. എത്ര സമയം? എത്ര? 5 മണി. വേണ്ടിയിരുന്നില്ല രാമൻകുട്ടി. എനിക്ക് പേടിയാണ്. ഷീസ് ദേർ. താങ്ക് യു. Have you ever had this done before? No. No, I'm nervous. Oh, nice. Oh, you'll love it. ഹെയർ ബ്ലീച്ച് ചെയ്ത് തന്നതിന് ശേഷം ജോയി മാറി. ഇപ്പോൾ ഈ അമ്മച്ചിയാണ് ബാക്കി എൻ്റെ ഹെയർ കളറിങ്ങും ബ്ലീച്ച് കഴുകിയെടുത്തതും ഒക്കെ ചെയ്തത്. രാഹുൽ ആ സമയത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ചൂസ് ചെയ്ത ഹെയർ കളർ ഒരുപാട് വാമാണ്. എൻ്റെ ഭയങ്കര ഡാർക്ക് ബ്ലാക്ക് ഹെയറിൽ അത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ വേറെ ഒരു ഷെയ്ഡൊന്ന് മാറ്റിയൊന്ന് പിടിച്ചിട്ടുണ്ട്. ആൻഡ് ഞാനതങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തില്ല. രാഹുലും അത് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ 2 ഹെയർ സ്റ്റൈൽസും രാഹുലും കൂടെയാണ് ചേർന്നിട്ട് ഹെയർ കളർ ചൂസ് ചെയ്തത്. ഇങ്ങനെ ബ്ലീച്ച് ചെയ്തിട്ട് ഹെയർ കളർ മാറിയപ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു കൂറ ലുക്കായിട്ടുണ്ട്. ഈ കുംഭമേളയിലെ മോനാലിസയെ പോലെയുണ്ട്. എനിക്ക് തന്നെ കണ്ടിട്ട് എന്തോ പോലെ തോന്നി. എനിക്ക് അങ്ങനെ ഹെയർ കളർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇതൊരു എക്സ്പെരിമെൻറ്റ് മാത്രമാണ്. അപ്പോൾ അത് അങ്ങനെ കണ്ടിട്ടാണ് പോയത്. വളരെ ഇമ്പൾസീവായിട്ട് എടുത്ത ഡിസിഷനും കൂടെയാണ്. കാരണം രാഹുൽ ഹെയർ കളർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനും ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു എന്ന് മാത്രം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഫോട്ടോസ് സൂക്ഷിച്ച് വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ നമ്മൾ സാധാരണ, നല്ല സ്കിൻ ടോണിന് പറ്റിയ ഹെയർ കളേഴ്സൊക്കെ. ഞാൻ റാൻഡമലി അവിടെ ഇതിനകത്ത് കയറിയതിന് ശേഷം റാൻഡമലി ഇങ്ങനെ ഗൂഗിളിൽ എടുത്ത് നോക്കിയപ്പോൾ ഒരു ഹെയർ കളറ് കണ്ടു. എങ്ങനെ വേണ്ടതെന്ന് മാത്രം ഇങ്ങനെ ചെറുതായി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ചെയ്ത് തുടങ്ങിയപ്പോഴേ എവിടെ നിന്നൊക്കെയോ കയ്യിൽ നിന്ന് പോയെന്നുള്ള പേടി എന്നെ ഇങ്ങനെ പുറകിൽ നിന്ന് ഇങ്ങനെ പിന്തുടരുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല, ബട്ട് നന്നായിരുന്നെങ്കിൽ ഓക്കെ. ഇപ്പോഴാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഒക്കെ ഇടുന്നുമുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പേടിയായി തുടങ്ങി. കാരണം എന്തെങ്കിലും പ്രശ്നം പറ്റി മോശമായി കഴിഞ്ഞാൽ ഞാൻ ഈ മുഖവും ഈ മുടിയും ഞാൻ എങ്ങനെ പുറം ലോകത്തിനെ കാണിക്കുമെന്നുള്ളൊരു പേടി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഹെയർ കളർ ചെയ്തു. അതിനുശേഷം മുടി വീണ്ടും കഴുകി വീണ്ടും ജോയി വന്നു എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജോയി ആയിരുന്നു എൻ്റെ ഹെയർ കട്ട് ചെയ്തത്. ചെറുതായിട്ടൊരു ഫ്രീസ് ട്രിമ്മിങ് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ കുറേ കാലത്തിന് ശേഷം മുടി ഭയങ്കര സ്ട്രെയിറ്റായിട്ട് വെട്ടുന്നതും സിമ്പിൾ ലുക്ക്, എൻ്റെ സെയിം വേവി ഹെയർ ആ ലുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഒരു ഡീപ്പ് സ്കിൻ ടു ബ്രൗൺ സ്കിൻ ടോണിന് ഏറ്റവും ബെസ്റ്റ് ഒരു ബ്ലാക്ക് ഹെയർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും. അപ്പോൾ ഇപ്പം അങ്ങനെ ഞാൻ ഐ ഡോണ്ട് ഡു എ ലോട്ട് ഓഫ് ക്രേസി സ്റ്റഫ്സ് ഇൻ മൈ ഹെയർ. ടീനേജ് സമയത്ത് എന്തൊക്കെയോ പ്രാന്തുകൾ കാണിച്ചിട്ടുണ്ട്. അതും മുടി ഹെയർ കട്ടിങ്ങിലാണ്. കളറിങ് ഞാനത് ചെയ്തിട്ടില്ല. ഇത് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതും അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. വലിയ രീതിയിലൊന്നും പ്രിപ്പയർഡും അല്ലായിരുന്നു. ഇങ്ങനെ അവർ ഹെയർ കളർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും മുടി വെറ്റായിരിക്കുന്നതുകൊണ്ട് എനിക്ക് നേരെ കാണാൻ പറ്റുന്നില്ല എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഹെയർ കട്ട് ചെയ്തത്. എത്ര കട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഹെയർ ലെങ്ത് ഒന്നും അധികം കുറച്ചിട്ടൊന്നുമില്ല. ക്രൗൺ പാർട്ടിലും ഫ്രണ്ടിൽ ചെറിയൊരു ഫേസ് ഫ്രെയിമിങ് മാത്രം ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് പറ്റി കുട്ട? എൻ്റെ പൈസ പോയി. അതിന് കരയണത്തിന് നന്നായിട്ടില്ല. എടി മുടി കുഴപ്പമൊന്നുമില്ല. വെയിലടിച്ചപ്പോ നല്ല രസമുണ്ട്. നിന്റെ ആ ലിപ്സ്റ്റിക് കട്ട പരാജയമായിട്ടുണ്ട്. ആരുടെ കമ്പനി? റിഹാനയുടെ കമ്പനി. റിഹാനയുടെ കമ്പനി ലിപ്സ്റ്റിക് അല്ലേ? അടിപൊളി. നീ ചിറ്റൂരുള്ള മധുസൂദന്റെ മോളാണെന്ന് ആലോചിക്കണം. റിഹാനയുടെ കമ്പനിയുടെ ലിപ്സ്റ്റിക് ബ്രൗൺ സ്കിന്നിന് വേണ്ടി ഉണ്ടാക്കിയതാ. ബ്രൗൺ സ്കിന്നിന് നല്ല ചേലായിട്ടുണ്ട്.
ആ മുടിയിൽ വെയിലടിക്കുമ്പോൾ കൊള്ളാം, മുടി വൃത്തികേടൊന്നുമില്ല. അതിന് പട്ടി മോങ്ങും പോലെ കിടന്ന് മോങ്ങുവാണ്. ഓള ഇടാത്തതിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ കളർ ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലടാ ഞാൻ വന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് കളർ ചെയ്യണമെന്ന്. ഞാൻ കളർ ചെയ്യാന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ അപ്പ എടുത്തു പറഞ്ഞു ഞാൻ ബ്ലീച്ച് ചെയ്യൂലെന്ന് പറഞ്ഞു. പറഞ്ഞാ അത് ചോദിക്കണം, അതിനല്ലേ വാ തന്നേക്കണത്. നിനക്കല്ലേ സാധാരണ എന്തും ചെയ്യണതിന് മുമ്പേ 10-100 ചോദ്യം. ഇന്നെന്തൊന്നും ചോദിച്ചില്ലേ? മൈക്ക് വെച്ചിട്ടുണ്ടോ? അയ്യോ ആൾക്കാരൊക്കെ നീ വീഡിയോ കണ്ടു നോക്കും, മുടി നല്ല രസമുണ്ട്. മുറിച്ചു. നിന്റെ അമ്മയോട് എന്ത് പറയൂടി? വിളിക്കില്ല. കുഴപ്പമൊന്നുമില്ല. ഓവർ ആക്ടിങ് ആണല്ലോ. എന്താ കാര്യം? എനിക്കൊന്നും മനസ്സിലായില്ലേ? ഒന്നും തള്ള ഇന്റെ ക്യൂട്ട്നെസ് പണിയതാണോ? അത് കാണി ഇവിടുത്തെ ഡ്രഗ് അമ്മച്ചിമാരെ പോലെയായി. നിങ്ങളിത് എവിടെ നിന്ന് ചെയ്ത്? സൂപ്പർ. അവിടെ നിന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ? ചെറുതായിട്ട് നിങ്ങക്ക് ബ്ലാക്ക് തന്നെയാട്ടോ ചേരുന്നേ. ഇതിപ്പോ നല്ലൊരു കണ്ണാപ്പി ലുക്കായി. പിന്നീടല്ല ഒരു ചരിത്രമായി മാറി ഗൈസ്. വലിയൊരു അമളി പറ്റിയെന്നല്ല മനസ്സിലായി. പിന്നെ പുറത്തൊക്കെ ഇറങ്ങി കുറേ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഞാൻ തന്നെ ചെക്ക് ചെയ്യുമായിരുന്നു. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബ്ലീച്ചൊക്കെ ചെയ്തതിന് ശേഷം തന്നെ ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ ചെറുതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇതുവരെ അങ്ങനെ ഹെയർ കളറൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കണ്ണാടിയിൽ കണ്ട് ഇറങ്ങി ഇവരും എന്നെ കണ്ട് ചിരിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ എനിക്കാകെ ഒരു കൺട്രോൾ ഇല്ലാതെ ഞാൻ കിടന്ന് അങ്ങ് കരഞ്ഞു പോയി. അതാണ് സത്യത്തിലുണ്ടായത്. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ പേരിൽ കുറച്ചധികം തുക കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളൊരു സങ്കടം. മുടിയും പോയി, പൈസയും പോയി, സമയവും പോയി. കണ്ടക ശനി കൊണ്ടേ പോകും. ഇനി പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി കുഴപ്പമുണ്ടായാലും ഇല്ലെങ്കിലും ഈ മുടി വെച്ച് നിങ്ങൾ ഇനി മുന്നോട്ട് കാണും. അതിനിടയിൽ ഇനി ഹെയർ ഷോർട്ട് ചെയ്യണമെന്നുള്ള ചിന്തകളൊക്കെ എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയില്ല, ഇനി കുറച്ച് ഒരു 2-3 മാസം കൂടെ നോക്കട്ടെ. ഈ ഹെയറിന് കളറിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമോ ഇല്ലയോ എന്ന് കൂടെ നോക്കട്ടെ. ഇത് കണ്ടില്ലേ, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് സൈഡിലിരുന്ന് എൻ്റെ തന്നെ വീഡിയോ കണ്ട് 1000 തവണ കിടന്ന് അവിടെ കിടന്ന് ചിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ആ ദിവസത്തോടുകൂടെ എൻ്റെ പേരിനൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ എന്നെ റിഹാന എന്ന് വിളിച്ചു തുടങ്ങി. എനിവേ, ഐ എം ഗോണ വൈൻഡ് അപ്പ് ദിസ് വീഡിയോ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കൊടുക്കുക. ഐ സീ യു ഗൈസ് ഇൻ മൈ കോമൻറ്റ്സ്. പുതിയൊരു വീഡിയോയെ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.